നമ്മൾ കാണാൻ പോകുന്നത് 2 വലിയ സാക്ഷ്യങ്ങളാണ്. ഒന്ന്, തൻ്റെ കുഞ്ഞിനെ ദൈവം കൊടുത്ത ഒരു സൗഖ്യമായി താൻ പറയുന്ന ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഒന്ന്, തൻ്റെ ഒരു ഓപ്പറേഷനിലൂടെ ആ കുഞ്ഞിനുണ്ടായ ഒരു വിടുതലാണ് താൻ സാക്ഷ്യപ്പെടുത്തുന്നത്. കേട്ടാട്ടെ. കുഞ്ഞിന് വന്ന 6-ാം തീയതി ഓപ്പറേഷനായിരുന്നു. പിന്നെ DSA ടെസ്റ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ എന്നൊരു പറഞ്ഞ്. കുഞ്ഞിൻ്റെ നില അത്രയ്ക്കും സീരിയസ് ആയിരുന്നു. നമ്മളെല്ലാവരും ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചോ? നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നു? ആരെങ്കിലും ചർച്ചിലും ഉണ്ടായിരുന്നിരുന്ന കരം ഉയർത്തിക്കേ. വാവ്. ഡോക്ടർമാർ ഇവൻ എന്നോട് വന്ന് പറഞ്ഞ് ഇന്ന് ഓർമ്മിക്കണം. ഞാൻ വീട്ടിൽ പോയിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഈ മോൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഡോക്ടേഴ്സ് ഓപ്പറേഷനെ ഡിലേ ചെയ്യുന്നതിൻ്റെ കാരണം ഓപ്പറേഷന് മുമ്പ് കൊച്ചു മരിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഈ മോൻ എന്നോട് വന്ന് പറഞ്ഞു, ബ്രദറെ, അതുകൊണ്ടാണ് ഡോക്ടർമാർ ഓരോ ദിവസവും ഒന്ന് ഡിലേ ചെയ്യുന്നത്. ഓപ്പറേഷന് മുമ്പ് കൊച്ചു മരിച്ചോട്ടെ എന്ന അർത്ഥത്തിലാണ് ഇവർ എന്നോട് വന്ന് പറയുമ്പോൾ ഞാനും തകർന്ന കേട്ടത്, ഇവരും തകർന്ന പറഞ്ഞു. പക്ഷെ ഇന്ന് ഇവർക്കൊരു വലിയ സാക്ഷ്യമുണ്ട്. നമ്മുടെ ദൈവം ജീവിക്കുകയാണ്. അതിനുമേൽ ദൈവം പ്രവർത്തിച്ചു. ഏമേ. ഒന്ന് ചുണയായി കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഏമേ. ഒന്ന് എഴുന്നേറ്റ് വന്ന് കൈകൾ അടിച്ച് കർത്താവിനെ ആരാധിച്ച്. ഏമേ. എൻ്റെ യേശു ജീവിക്കുന്നു. ഏമേ. അത് മാത്രമല്ല, കുഞ്ഞിന്റെ 5.5 മാസമായപ്പം അവന്റെ തലയിൽ 1.5 ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ ആ വെള്ളം പോകാനായിട്ട് തലയിൽ നിന്ന് വയറ് വരെ ട്യൂബ് ഇട്ടായിരുന്നു. അപ്പം ആ ട്യൂബിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് SAT-ലാണ് ഓപ്പറേഷൻ ചെയ്തത്. പിന്നെ കാണാൻ ഒരു 6-7 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ തലയ്ക്ക് വീണ്ടും വെയിറ്റായി, അങ്ങ് വലിപ്പമായി. അങ്ങനെ ഈ ട്യൂബിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയോ എന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ട്യൂബിനൊരു കുഴപ്പമില്ല, ട്യൂബ് ക്ലിയറാണ്. അങ്ങനെ പിന്നെ തലയ്ക്ക് സ്കാൻ ചെയ്ത്, അങ്ങനെ തലേന്ന് ആ ട്യൂബ് തുടങ്ങുന്നിടത്ത് ബ്ലഡ് കോട്ടായി കിടക്കുന്നു. അപ്പോൾ അത് അലിയിപ്പിക്കണമെങ്കിൽ SAT ചെയ്യത്തില്ല, ചിത്രയിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. അത് ഞാൻ അവിടെ ചിത്രയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിത് രക്ഷപ്പെടാൻ ഒട്ടും സാധ്യതയില്ലെന്ന്. ഒന്നീ ആ ട്യൂബ് കാലിൽ നിന്ന് തല വരെ ട്യൂബ് എത്തിക്കുമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു ഓപ്പറേഷനാണെന്ന് പറഞ്ഞ്. അത് SAT-ലും പറഞ്ഞായിരുന്നു. കുഞ്ഞിൻ്റെ വെയിൻ എന്ന് വെച്ചാൽ ഒരു മുടിനാരിയുടെ അത്രേ ഉള്ളൊരു വെയിൻ. ആ ട്യൂബ് അതിനകത്തൂടെ ഒരു ട്യൂബ് അങ്ങ് മോളി വരെ കയറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്. ഒരു നൂലിനകത്തൂടെ ഒരു ട്യൂബ് കയറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പം അന്നേരം അത് പകുതി വെച്ച് ആ ട്യൂബ് എങ്ങോട്ടെങ്കിലും തെന്നിപ്പോയാൽ ബ്രെയിനിൽ ബ്ലീഡിങ് ആയി കുഞ്ഞിന് കോമ സ്റ്റേജിലായി പോകും. അല്ലെങ്കിൽ കുഞ്ഞ് പിന്നെ ജീവനോട് ഇരിക്കത്തില്ലെന്ന് അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ടും ഡോക്ടർമാർ പറഞ്ഞ് DSA എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്യണം. അത് ചെയ്ത് അതിലും കുഴപ്പമില്ലെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ്റെ പേര് എംബോളൈസേഷൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ DSA ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. ഈ മാസം 6-ാം തീയതി കുഞ്ഞിനെ 9:45 തിങ്കളാഴ്ച ഈ മാസം 6-ാം തീയതി 9:45 കയറ്റിയത്. 2:30-ക്കാണ് കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിയത്. അതുവരെ ഞങ്ങളുടെ ശ്വാസം കുഴലിൽ കൂടെ ഒന്നും പോയത്, ഇതിലെ കൂടെയൊക്കെയോ പോയി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിലപ്പോൾ ചിരിക്കും. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രിയ മേഡം എന്ന് പറയുന്ന മേഡമുണ്ട്. ആ മേഡം ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ വിളിക്കുമ്പം ആ മേഡം പറയും, ഭൈരവനൊന്നും സംഭവിക്കത്തില്ല. ആ മേഡം ഞങ്ങൾക്ക് കുറേ വാക്യങ്ങൾ പറഞ്ഞു തന്ന്. അത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ 2:30 ആയപ്പോൾ ഡോക്ടർ വിളിച്ച് ഭൈരവ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ വിളിച്ചു. ഇനി പറയുന്നതിന് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണെന്നോ നെഗറ്റീവാണെന്നോ എന്ന് അറിയാൻ വയ്യാതെ ഞങ്ങളെല്ലാവരും ഡോക്ടറെ അടുത്തോട്ട് ചെന്നപ്പോൾ പറഞ്ഞ് കുഞ്ഞിൻ്റെ 90% കോട്ടും എല്ലാ ബ്ലോക്കും അടച്ച്, ഇപ്പം കുഴപ്പമൊന്നുമില്ല, എങ്കിലും വെന്റിലേറ്ററിൽ കിടത്തണമെന്ന്. വെന്റിലേറ്ററിൽ കിടത്തിയാലും അതിൽ നിന്ന് ഇറക്കാൻ റിസ്ക്കാണ്. പക്ഷെ കുഞ്ഞ് അതിനിടയ്ക്ക് ഫിക്സ് വരെയും ചെയ്യുന്നുണ്ടായിരുന്നു. ഫിക്സ് എനിക്കും വരുന്നുള്ളയാ. അപ്പം കുഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറിയുടെ തലേന്നും എനിക്ക് ഫിക്സ് വന്നെയാണ്. പക്ഷെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു.
അപ്പം കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയപ്പോൾ കുഞ്ഞ് ഒരു കുഴപ്പവും ഇല്ലാതെ കുഞ്ഞ് ശ്വാസം എടുക്കുന്നു. ഒരു കുഴപ്പവും സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയാം. ഞാൻ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബ്രദറെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഒരു ലിറ്റി എന്ന് പറയുന്ന കുഞ്ഞിനെ ICUവിൽ കിടത്തിയപ്പോൾ ലിറ്റി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്, അതൊരു മാലാഖയാണ് ശരിക്കും. അത് അവരുടെ വാക്കുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിൽക്കുന്നത് ഈ ഒരു സുവിശേഷം പറയുന്ന സുവിശേഷന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ഫാദർ ജോൺ താരുവിന്റെ മുന്നിലോ അല്ല, ശരിക്കും കർത്താവിന്റെ മുന്നിലാണ്. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടി കുഞ്ഞിനെ ഇനി SAT കിടത്തിയേക്കുവാണ്. ഇന്ത്യയിൽ ശ്രീചിത്രയിൽ ആദ്യമായിട്ടായി ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു അസുഖവും ഇത്രയും ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അവനെ ഇച്ചിരി കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങൾ വരും. ഇവിടെ മാത്രമല്ല ഞങ്ങളുടെ വീട് കൊല്ലത്ത് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് എല്ലാ ആഴ്ചയിലും ചെല്ലുന്നുണ്ടല്ലേ. അവിടെ ഞങ്ങൾ അവിടെയും വന്ന് സാക്ഷ്യം പറയണ. ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ കാര്യം കൂടെ എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞിൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഈ കുടുംബം വീണ്ടും വന്ന് അവിടെ കൊല്ലത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് പരിശോധിച്ചു. ആ ബ്ലഡ് ക്ലോട്ട് കംപ്ലീറ്റ് പോയി. അങ്ങനെയല്ലായിരുന്നു, ആ ബ്ലഡ് ക്ലോട്ട് കംപ്ലീറ്റ് പോയി. അത് ഓപ്പറേഷൻ കൂടാതെ ആ ബ്ലഡ് ക്ലോട്ട് കംപ്ലീറ്റ് പോകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ യേശുവിൻ്റെ അത്ഭുതകരം ശ്രീചിത്രയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ കൂടാതെ ബ്ലഡ് ക്ലോട്ട് മാറത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഓപ്പറേഷൻ ഇല്ലാതെ എൻ്റെ യേശു അത്ഭുതങ്ങളെ ചെയ്തു. നമ്മൾ ഈ ചർച്ചയായിട്ട് പ്രാർത്ഥിച്ചൊരു കാര്യം ഓർമ്മയുണ്ട്. തലയിൽ 1.5 ലിറ്റർ വെള്ളം കെട്ടിക്കിടക്കുന്നെന്ന് പറഞ്ഞ് ഇവൻ്റെ തലയിൽ കൂടെ ട്യൂബ് ഇട്ടിരിക്കുവോ? എന്തിനു വേണ്ടി ഈ ട്യൂബ് ഇട്ടിരിക്കുവോ? പ്ലാസ്റ്റിക് ട്യൂബ് ഇട്ടിരിക്കുവോ എന്ന് ചോദിച്ചാൽ തലയിലെ വെള്ളം ഡ്രൈൻ ആയിട്ട് വയറ്റി പോകാനായിട്ട്. ഈ തലച്ചോറിലെ രക്തക്കുഴലിൽ ഉള്ളിൽ എൻ്റെ ബ്ലോക്കായി കിടക്കുക, എൻ്റെ കട്ടി പിടിച്ച് ബ്ലോക്കായിട്ട് കിടക്കുക. ഇപ്പോൾ മോൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അപ്പോൾ ആ ബ്ലോക്ക് ഇല്ലാതാവണം, അതിനൊരു ഓപ്പറേഷനും വേണ്ടി വരുമെന്നൊരു പറഞ്ഞു. ചിത്രയിൽ വെച്ചാൽ ചെയ്യുന്നത് കാലിലെ ഞരമ്പ് വഴി ട്യൂബ് കയറ്റിയാണ് അത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ കൂടെ സൗഖ്യമാക്കണമെന്നുള്ളത്. അത് ഇത്രയും കാര്യം മോൻ മരിച്ചു പോകുന്നതിനോട് പറയുന്ന സിറ്റുവേഷനിലല്ലേ എൻ്റെ അടുത്ത് വന്നേ അല്ലേ? തലയിൽ വെള്ളം കെട്ടി കിടക്കുക, ബ്രദറെ ജീവിക്കുമെന്ന് ഉറപ്പില്ല, ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ അടുത്ത് വന്നേ? തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച് കൊച്ചിന് വേണ്ടി ICU കിടക്കുമ്പോഴാണ് അവരെ കൊണ്ടുവന്നേ. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ തലയിലുള്ള രക്തം ബ്ലോക്കായിരിക്കുന്ന സ്ഥിതിയിൽ നിന്ന് യേശുവിനൊരു മോചനം കൊടുക്കാൻ നിനക്ക് വിശ്വസിക്കാവോ? യേശുവിനെ ചെയ്യാൻ പറ്റും കേട്ടോ. വിശ്വസിക്കണം, ധൈര്യപ്പെടണം, അധൈര്യപ്പെടരുത്. കർത്താവെ, ഞാൻ ഈ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. കുഞ്ഞുങ്ങളെ തടയരുത് നീയാ പറഞ്ഞപ്പ. ഈ മോൻ്റെ തലയ്ക്കകത്തുള്ള ബ്ലോക്ക് മാറിപ്പോട്ടെ യേശുവിൻ നാമത്തിൽ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഞാൻ ഇവനെ ആക്കുകയാണ്. ഹല്ലേലൂയ. ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ ആ പുത്രൻ്റെ രാജ്യത്തിനകത്ത് ഞാൻ ഇവനെ ആക്കുകയാണ്. തലയ്ക്കകത്തുള്ളത് അലിഞ്ഞു പോകട്ടെ, അലിഞ്ഞു പോകട്ടെ, അലിഞ്ഞു പോകട്ടെ. നെയിം ഓഫ് ജീസസ്. അലിയുക കേട്ടോ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. കൈയടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. ഒന്ന് ഉറക്കെ യേശുവേ എന്ന് വിളിച്ച് നന്ദി യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദിയപ്പാ. വണ്ടർഫുൾ ജീസസ്, താങ്ക് യു ഫോർ ദ അനോയിന്റിംഗ്, താങ്ക് യു ഫോർ ദ ഹീലിംഗ് ലോർഡ്. അങ്ങയുടെ സാന്നിധ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവത്തില്ലപ്പാ. യേശുവേ നന്ദിയപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇരിക്കാം നമുക്ക്. താങ്ക് യു വെരി മച്ച്. സൗരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് ആ കുഞ്ഞിന് വേണ്ടി ദൈവം ചെയ്തത്. ഡോക്ടർമാരെ ദൈവം ഉപയോഗിക്കുകയും ഡോക്ടർമാരുടെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ കുടുംബത്തെ കർത്താവ് കരുതുകയും ചെയ്ത ഒരു വലിയ ആത്മീയ അനുഭവമാണ് നമ്മൾ കേൾക്കാനിടയായത്. സോ ലിസൺ ടു നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, കുഞ്ഞുങ്ങളാൽ ഇതുപോലെ വിവിധ ഭാരങ്ങളാൽ കഴിയുന്ന ആളുകളുണ്ട്. കർത്താവെ, ആ കുടുംബങ്ങളെ മുഴുവനായി അവിടുന്ന് തൊട്ടാട്ടെ. യേശുവെ, അവിടുത്തെ അത്ഭുത കരം അതിനുമേൽ പ്രവർത്തിച്ചാട്ടെ. യേശു ചെയ്യുന്ന അവിടുത്തെ പ്രവർത്തിക്കായി
ആ വിടുതലിനായി, സൗഖ്യത്തിനായി, കർത്താവ് നീ ചെയ്യുന്ന ആ വലിയ പ്രവൃത്തിക്കായി ഞങ്ങളൊക്കെ നന്ദി പറയുന്നപ്പോൾ താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ മേൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളും വിശ്വസിച്ചാട്ടെ.